വൺ സെക്കൻഡ്, ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് എനേബിൾ ആവട്ടെ. യെസ്. സോ നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓറിയന്റേഷൻ സെഷനിലേക്ക് കടക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാം കേട്ടോ. ഓക്കെ. അപ്പം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് പോസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടി വരില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അല്ലെ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലെല്ലാം പോകുന്നവർക്കും എല്ലാം അറിയുന്നതാണ് എന്താണ് APP എന്നും അതിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ടുള്ള DDP അല്ലെ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്താണെന്നും എല്ലാം അറിയുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളായി എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുകളും ഈ വേക്കൻസികളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോസ്റ്റുകളുടെ എണ്ണം കോടതികൾ കൂടുന്നതിനനുസരിച്ച് പോസ്റ്റുകളുടെ എണ്ണവും കൂടാനുള്ള സാധ്യതയൊക്കെയുള്ള ഒരു തസ്തികയാണ് APP എന്ന് പറയുന്നത്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു തസ്തികയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, പ്രത്യേകത, അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാക്ടീസ് വിട്ട് കഴിഞ്ഞാൽ പ്രാക്ടീസിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് ഒരു ജോലിയിലേക്ക് കടക്കുക എന്ന് പറയുന്നത്, ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട്. പക്ഷെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടതിന് ശേഷവും നമുക്ക് മറ്റ് ഗവൺമെന്റ് സർവീസുകളിലേക്ക് പോകണം എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മൾ ഇരുന്ന് നന്നായിട്ട് ആഞ്ഞിരുന്ന് പഠിക്കുകയും അതിന്റെ ഫലമായിട്ട് പലപ്പോഴും പല ജോലികളിലേക്കും എത്താറുമുണ്ട്. പക്ഷെ അങ്ങനെ ജോലിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. കാരണം എന്താ, ഇവിടെ പ്രാക്ടീസ് തന്നെയാണ് അല്ലെ. നമ്മളൊരു അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഒരു അഡ്വക്കസിയിൽ നമുക്ക് എന്തെല്ലാം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ആ ഒരു സന്തോഷം കിട്ടുന്നു, അത് നമുക്ക് ഇവിടെയും കിട്ടുന്നു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് APP എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഒരു ഗുണം അല്ലെ. ഗവൺമെന്റിന്റെ കീഴിൽ നമുക്ക് സാലറീഡ് ആയിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നു അല്ലെ. നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. മാത്രമല്ല ഒരുപാട് വലിയൊരു എക്സ്പോഷർ കിട്ടുന്ന വലിയൊരു തസ്തികയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ, കൂടുതൽ പേര് ഇതിന് വേണ്ടി പഠിക്കുകയും കൂടുതൽ പേര് എക്സാം എഴുതുകയും എല്ലാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കോമ്പറ്റീഷൻ സ്ട്രോങ് ആയി തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കോമ്പറ്റീഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ വരുന്ന എക്സാമുകൾക്കകത്തും ഇനി വരുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പരീക്ഷ അടുത്ത വർഷം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 2026 ഓഗസ്റ്റ് മാസത്തിലാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. 2022 നോട്ടിഫിക്കേഷൻ, കോവിഡിന് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. അത് 2023 എക്സാം നടന്നത്. 2023 ഓഗസ്റ്റ് മാസത്തിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ആ റാങ്ക് ലിസ്റ്റ് 2026 3 വർഷ കാലയളവാണ് ഇതിനകത്തുള്ളത്. 3 വർഷം കഴിയുമ്പോൾ 2026 ഓഗസ്റ്റ് മാസം ആ റാങ്ക് ലിസ്റ്റ് കഴിയുകയാണ്. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തുള്ള ഏത് എക്സാമുകൾ എടുത്തു നോക്കി കഴിഞ്ഞാലും കാണാം, ഏതൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ കുറെ കാലങ്ങളായി കേരള PSCയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്നെ അറിയാത്ത കുറച്ച് പേരുണ്ടാവാം. അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് അശ്വിൻ A. ഞാൻ തൃശ്ശൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനൊരു 2 വർഷക്കാലം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാനത് ജോലി റിസൈൻ ചെയ്തതിന് ശേഷമാണ് എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റ് ആവുന്നത്. അതിനുശേഷം ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ വരികയും പലതും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുകയും അത് NJD നോൺ ജോയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആയി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി പ്രാക്ടീസ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് PSC ഫീൽഡിൽ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല അക്കാദമികളിലും എല്ലാമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് മൈസെൽഫ്. ഇത്രയാണ് എനിക്ക്, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുന്നതിൽ ഒരു പരിമിതികളുണ്ട്. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ നേരെ നമുക്ക് ആരാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ജിജ്ഞാസ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. സോ ബേസിക്കലി അഡ്വോക്ക് ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് ചീഫ് മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വോക്ക് ലേണിംഗിനകത്ത് ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് കഴിഞ്ഞ വർഷം ഈ കുറച്ചു മുമ്പ് ഒക്ടോബറിൽ നടന്ന പരീക്ഷയായിരുന്നു. ഒരുപാട് പേര് ഇതിനകത്ത് തന്നെ പലരുടെയും പേരുകൾ എനിക്ക് സുപരിചിതമാണ്. കാരണം അവരിലെ പലരും നമ്മുടെ അഡ്വോക്ക് ലേണിംഗിനോടൊപ്പം ലീഗൽ അസിസ്റ്റന്റ് ബാച്ചിൽ ഉണ്ടായിരുന്നതാണ്. വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബാച്ചായിരുന്നു ലീഗൽ അസിസ്റ്റന്റ്. ഏകദേശം 700ഓളം വിദ്യാർത്ഥികളോളം ഉണ്ടായിരുന്ന ഒരു കോഴ്സ് ആയിരുന്നു നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വരുന്ന റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിലെ ആദ്യ റാങ്കുകൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും നല്ല മാർക്കുകളുള്ള കുട്ടികളും നമ്മുടെ അവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് സിവിൽ ജഡ്ജിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. APP എന്ന് പറയുന്നത് വളരെ ഏർലി ബിഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും തുടക്കത്തിൽ തന്നെ പലരും APPയെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് നേരത്തെ തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം ഡിസംബറോട് കൂടിയിട്ട് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരാം. കാരണം 2022 ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ ആണ്
ഞാൻ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം കേട്ടോ. നിവ്യോക്കിലെ ഞാൻ ലാസ്റ്റ് നോക്കാം കേട്ടോ. സോ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്കുള്ള കമന്റുകളൊക്കെ ഇട്ട് വെച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ നോക്കി പോവാം കേട്ടോ. ലാസ്റ്റ് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത് 2022 ഡിസംബർ 31 തീയതിയിലെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു 2023 എക്സാം നടന്നത്. അതിനാണ് റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞത് 2026 ഓഗസ്റ്റ് മാസം കഴിയാറായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് 3 വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതുപോലെ എല്ലാ PSC എക്സാമുകളും ഈ അടുത്ത് വന്നിട്ടുള്ള എക്സാമുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷ കാലയളവാണെങ്കിൽ ആ കറക്റ്റ് ഒരു വർഷത്തിന്റെ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ റാങ്ക് ലിസ്റ്റിന് എല്ലാ പണികളും പൂർത്തിയാക്കി ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്ന അതേ ദിവസം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യുന്നു, പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരള PSC ഉള്ളത്. അതിപ്പോ 3 വർഷത്തെ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ 3 വർഷ കാലയളവ് 2026 ഓഗസ്റ്റ് മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, 2026 ഓഗസ്റ്റ് മാസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും. അത് വളരെ ക്ലിയർ ആണ്. കാരണം PSC ഈ അടുത്ത കാലത്തെല്ലാം കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എക്സാം എന്തായാലും പ്രതീക്ഷയെ പറ്റൂ. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിൽ വന്നില്ലെങ്കിൽ ഇത്തിരി നീണ്ടുപോയാൽ പോലും ജാനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് സംശയങ്ങൾ വരിക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ ആദ്യം. സോ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു, 2000 വരുന്നു എന്നുള്ളതാണ്. സോ നോട്ടിഫിക്കേഷനകത്ത് എന്തെല്ലാം ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അതിനകത്താണ് ഈ പറയുന്ന എലിജിബിലിറ്റി, നമുക്ക് എലിജിബിൾ ആണോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം എവിടെ ഉണ്ടാവും, നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടാവും. സോ നമുക്ക് അതൊന്ന് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. സോ അത് കാരണം നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. 2023 നോട്ടിഫിക്കേഷൻ. 2022 ആ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ 2022 വന്നത്. 2023 നോട്ടിഫിക്കേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഉണ്ടോ, ഗസറ്റ് ഡേറ്റ് 31/12/2022 ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ഒന്ന് പറയണേ. യെസ്, കാണുന്നുണ്ട് അല്ലെ. യെസ്. അപ്പം നോക്കൂ, ആ നോട്ടിഫിക്കേഷനകത്ത് കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 659/2022 ആണ്. ഞാൻ PSC വെബ്സൈറ്റിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അതിനകത്ത് നമുക്കറിയാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 ആയിട്ടാണ് നമ്മൾ കയറുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ പ്രൊമോഷൻ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 1. അതിനുശേഷം ഇങ്ങനെ പ്രൊമോഷൻ പല ഒരു കാറ്റഗറീസ് പറയുന്നുണ്ട്. സോ തൽക്കാലം നമുക്ക് നമ്മുടെ എക്സാമുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ബേസിക് സാലറി ആണ് 56,500 രൂപയാണ് സ്കെയിൽ ഓഫ് പേ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പേ റിവിഷൻ വരേണ്ട സമയമായി. പേ റിവിഷൻ വന്നിട്ടില്ല. 2021 പേ റിവിഷൻ ആണത്. 2025 പുതിയ പേ റിവിഷൻ 2026 വരേണ്ടതാണ്. അപ്പം പുതിയ ഗവൺമെന്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പായിട്ട് പേ റിവൈസ്ഡ് ആവും എന്നുള്ളതാണ് പലരുടെയും കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ 56,500 എന്നുള്ളതല്ല ബേസിക് പേ നമ്മൾ കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു 75,000 എന്നുള്ള രീതിയിലേക്കൊക്കെ എത്താം. കാരണം ഇപ്പോൾ DA എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 22% ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 22% DA വരുന്നുണ്ട്. അപ്പോൾ 56,500 രൂപ പ്ലസ് അതിന്റെ കൂടെ 22%, 56,500 22% എന്ന് പറയുമ്പോൾ ഏകദേശം 12,000 രൂപയോളം വരും. അത് എത്രയാ, അപ്പോൾ ഏകദേശം 68,000 രൂപയോളായി. ദെൻ അതിന്റെ കട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു 75,000 നമ്മൾ കയറുന്ന സമയത്തേക്ക് എത്തിയേക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. ദെൻ അപ്പൊ എന്താണ് ഈ 1,18,100 എന്ന് പറയുന്നത്? അത് മാക്സിമം പേ സ്കെയിലാണ്. അതായത് ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നു. ആ ഇൻക്രിമെന്റ് കിട്ടി നമ്മുടെ സാലറി എവിടെ വരെ എത്താം, 1,18,100 വരെ എത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ഇടയ്ക്ക് കുറെ പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരൊക്കെ ഒന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്കെയിൽ ഓഫ് പേ കഴിഞ്ഞു. നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോഴും ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള ഉദ്ദേശം എന്താ, ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലയളവില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 2023 ഓഗസ്റ്റ് മാസം റാങ്ക് ലിസ്റ്റ് വന്നു. 2026 ഓഗസ്റ്റ് മാസം റാങ്ക് ലിസ്റ്റ് കഴിയുന്നത് വരെയുള്ള 3 വർഷ കാലയളവിലെ ഈ വേക്കൻസിയിൽ എന്തെല്ലാം ഈ തസ്തികയിൽ ഈ ഒരു പോസ്റ്റിൽ എന്തെല്ലാം വേക്കൻസികൾ വരുന്നുണ്ടോ ആ വേക്കൻസികളെല്ലാം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുക. അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. വേറെ മീഡിയം ഒന്നുമില്ല, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ബൈ ട്രാൻസ്ഫർ അല്ല, ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വരെയാണ് മുതൽ 36 വരെയാണ്. ഏജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്
നോട്ടിഫിക്കേഷൻ ഇയറിന്റെ ജാനുവരി 1 എന്നുള്ള കൺസിഡറേഷൻ ആയിരിക്കും എപ്പോഴും വരിക. അപ്പം ആ ജാനുവരി 1, അപ്പൊ 2025 അല്ല 2026 ജാനുവരി 1 ആയിരിക്കും ഇതിൽ വരാൻ സാധ്യത. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ 2023 ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ 2023 ബേസ് ചെയ്തിട്ടായിരുന്നു കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരിക്കാം ഈ വർഷം 2022 കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ലോ ഡിഗ്രി LLB ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം. പിന്നെ മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2022 ജാനുവരി 1 എന്നുള്ള ഡേറ്റ് ആണ് കേട്ടോ. 2022 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു പ്രശ്നം ഇതായിരുന്നു. 2022 ജാനുവരി 1 എന്ത് ചെയ്യണം, 3 years എങ്കിലും മിനിമം പ്രാക്ടീസ് വേണമെന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ 2023 ജാനുവരിയിലായിരിക്കാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ ആൾക്കാർക്കും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2026 ജാനുവരി 1 മുതൽ ആ ഒരു ഡേറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് 3 വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ല എങ്കിൽ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്കിൽ 2025 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2025 ജാനുവരി 1 എന്ന് പറയുന്ന ഡേറ്റിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഇതിന്റെ ട്രെയിനിങ് പ്രൊസീജിയർ ഒക്കെയാണ്. 180 ഡേയ്സിന്റെ വർക്കിംഗ് ഡേയ്സിന്റെ ഇതിന്റെ ട്രെയിനിങ് ഉണ്ട്. സർ അതൊന്നുകൂടെ പറയുമോ? അതായത് നോക്കൂ, 2022 നോട്ടിഫിക്കേഷൻ, ഇത് 2022 കാണുന്നുണ്ടോ? അതാ ഇവിടെയാണ് കേട്ടോ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം കണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നോക്കുക എന്താ പറയുന്നത്, മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ബാർ ആൻഡ് മസ്റ്റ് ഹാവ് ഹാഡ് നോട്ട് ലെസ് ദാൻ 3 years ഓഫ് ആക്റ്റീവ് പ്രാക്ടീസ് ഇൻ ക്രിമിനൽ കോഡ്സ് ആസ് ഓൺ 1 ജാനുവരി 2022 എന്ന് പറയുന്നത്. അപ്പോൾ 2022 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ, ആ വർഷത്തിന്റെ ജാനുവരി 1 കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. 2022 ജാനുവരി 1 എന്ത് ചെയ്യണം, 3 വർഷം തികഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. 2022 ഡിസംബർ എന്നുള്ളത് കൊണ്ടാണ് അത് ആ വർഷത്തിന്റെ തുടക്കം ജാനുവരി 1. അപ്പൊ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഏജ് ആണെങ്കിലും കാൽക്കുലേറ്റ് എങ്ങനെ തന്നെയാണ്, ആ നോട്ടിഫിക്കേഷൻ വന്ന വർഷത്തിന്റെ ജാനുവരി 1 ഏജ് എത്രയാണ് എന്നുള്ളതാണ്. ഏജ് കാറ്റഗറി 22 to 36 എന്ന് പറയുന്ന ആ ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഏജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ അപ്പോ ആ ഒരു ഡേറ്റിലേക്ക് എന്ത് ചെയ്യണം, 3 year കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ 2026 നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് വിചാരിക്കാം, ജാനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറെ പേർക്ക് രക്ഷപ്പെടാം. 2026 ജാനുവരി 1 എന്ത് ചെയ്താൽ മതി, 3 year കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നായിരിക്കും നോട്ടിഫിക്കേഷനിൽ വരിക. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം എന്താ, നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവും. അധികം സമയം കിട്ടാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താ, ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരണം. ഓഗസ്റ്റ് മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണം. അതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്യണം, അതിനു മുമ്പ് ഇന്റർവ്യൂ നടത്തണം. ഇന്റർവ്യൂ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനു മുമ്പ് ഷോർട്ട് ലിസ്റ്റ് ഇടണം. ഷോർട്ട് ലിസ്റ്റ് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനു മുമ്പ് എക്സാം നടത്തണം. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു ഇത്രയും പ്രൊസീജിയറുകൾ ഈ ഒരു കാലയളവിൽ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാം, പെട്ടെന്ന് എക്സാം നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. എങ്കിൽ മാത്രമേ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു 3-4 മാസ സമയം PSCക്ക് കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്ര മാസം ഉണ്ട്, 5-6 മാസം മാത്രമാണ് എക്സാമിന് മുമ്പിലായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്. അല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ്, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ താഴെയല്ലാത്ത ഒരു റാങ്കിലുള്ള ഒരു മജിസ്ട്രേറ്റിൽ നിന്നും ആക്റ്റീവ് പ്രാക്ടീസിലാണെന്ന് തെളിയിക്കുകയും അതോടൊപ്പം തന്നെ പിന്നെ എന്തും പറയുന്നുണ്ട്, നമ്മുടെ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രാക്ടീസ് ക്രൈറ്റീരിയ കാണിക്കാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക. ഈ 2 കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് നേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ സിലബസിലേക്ക് കിടക്കാം. ഓക്കെ, സിലബസിലേക്ക് കിടക്കാം. ഞാൻ എല്ലാവരുടെയും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊന്ന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് പോകാൻ സമയമെടുക്കും. അത് കാരണമാണ്. സോ ഇതാണ് കുറച്ച് മുമ്പ് പറഞ്ഞ കാറ്റഗറി നമ്പർ ഓർമ്മയുണ്ടല്ലോ, 659/2022 2022 നോട്ടിഫിക്കേഷൻ 23 നടന്ന എക്സാം. അതിന്റെ ഒരു എന്താണ് സിലബസ് ആണത്.
അപ്പോൾ സിലബസിൽ നമുക്കറിയാം 100 മാർക്കാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നോർമലി ഇപ്പോൾ ഈ അടുത്ത് നടന്ന ലീഗൽ അസിസ്റ്റന്റ് എക്സാം ഒക്കെ പോലെ ഉള്ള ഒരു സിലബസ് ആണ്. പക്ഷെ സിലബസിൽ എന്താണ് കൂടുതൽ? ക്രിമിനൽ ലോസ് ആണ്. കാരണം അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്, സിവിൽ ലോസ് അല്ല കൈകാര്യം ചെയ്യുന്നത്, ക്രിമിനൽ ലോസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, സിലബസ് 80 മാർക്ക് ലോ സബ്ജക്ട്, 20 മാർക്ക് GK ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിരുന്നു. അത് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ലീഗൽ അസിസ്റ്റന്റിൽ അത് മാറി. ഇങ്ങനെ തന്നെയായിരുന്നു ലീഗൽ അസിസ്റ്റന്റ്. 80 മാർക്ക് ലോയും 20 മാർക്ക് GKയും ഇംഗ്ലീഷും ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. പക്ഷെ അത് പുതുക്കിയ സിലബസ് 2025 സിലബസ് വന്നപ്പോൾ അത് ആ 20 മാർക്ക് GKയുടെ ഇംഗ്ലീഷിന്റെ 20 മാർക്ക് എടുത്ത് കളഞ്ഞ് അതുകൂടി ലോയിലെ പല ഭാഗങ്ങളിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഇതും നമുക്ക് പ്രതീക്ഷിക്കണം. 80 മാർക്ക് പറഞ്ഞത് 100 മാർക്കും ലോ തന്നെ ആവാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ലീഗൽ കോൺസെപ്റ്റുകളെ കുറിച്ച് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ലീഗൽ കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോസ്, അതുപോലെ തന്നെ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ആനിമൽ, ലീഗൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ലീഗൽ കോൺസെപ്റ്റുകളാണ്. പേഴ്സണും അണ്ടർ ലോ നിയമപ്രകാരം പേഴ്സൺ എന്ന് പറയുന്ന ആരാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലീഗൽ കോൺസെപ്റ്റുകളാണ്. പിന്നെ ക്രിമിനോളജി ആൻഡ് പീനോളജി ആണ്. ഈ 5 മാർക്ക് കാരണം ഇത് ഡീവിയേറ്റ് ചെയ്യും. കാരണം 80 മാർക്കിൽ നിന്നും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ പലതിലും മാർക്കുകളുടെ അളവ് കൂടാം. ദെൻ പിന്നെയുള്ള IPCയെ തന്നെ പലതായിട്ട് തിരിച്ചിരിക്കുന്നു. ഇപ്പൊ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈം എന്ന് പറയുന്ന 5 മാർക്ക്, ആക്ടേഴ്സ് റീസും മെൻസുറിയും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ജനറൽ എക്സെപ്ഷൻ അണ്ടർ IPC എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം അത് അണ്ടർ BNS ആവും. ചിലപ്പോൾ അണ്ടർ BNS ആസ് വെൽ ആസ് IPC എന്ന് പറയുന്ന രണ്ടും വേണമെങ്കിൽ കൊണ്ടുവരാം. സിവിൽ ജഡ്ജിനകത്ത് രണ്ടും ഉണ്ട്. പക്ഷെ ലീഗൽ അസിസ്റ്റന്റ് PSC നടത്തുന്ന ലീഗൽ അസിസ്റ്റന്റ് ആണെങ്കിൽ BNS മാത്രമാക്കി മാറ്റി. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ചിലപ്പോൾ IPC എന്തായാലും BNS വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. BNS ആൻഡ് IPC എന്നും വരാം. ചിലപ്പോൾ BNS ഓൺലി ആയിട്ട് വേണമെങ്കിൽ വന്നേക്കാം. 10 മാർക്കാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി 5 മാർക്ക്, പ്രോപ്പർട്ടി ആൻഡ് അതർ ഒഫൻസസ് 10 മാർക്ക്, ദെൻ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്. പക്ഷെ ഇവിടെ ഒഫൻസസ് അഗൈൻസ്റ്റ് ചൈൽഡ് ആൻഡ് വുമൺ എന്ന് പറയുന്ന ഒരു ഭാഗമില്ല. കാരണം എന്താ? അത് പുതിയ BNSനകത്ത് വരുന്ന ഒരു ഭാഗമാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? ഒരു സെക്കൻഡ്. നോർമലി അങ്ങനെ ബ്രേക്ക് ആവാറില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. യെസ്, ഇനി ബ്രേക്ക് ആവുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. സോ ഒഫൻസസ് അഗെയിൻസ്റ്റ് ചൈൽഡ് ആൻഡ് വ്യൂമൺ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വന്നേക്കാം. കാരണം എവിടെയുണ്ട്? നമ്മുടെ പുതിയ BNSനകത്ത് അങ്ങനെ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ ചിലപ്പോൾ ഇതിന്റെ നമ്മുടെ സിലബസിൽ വന്നേക്കാം. ദെൻ ഒഫൻസസ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗമൊക്കെ BNSസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. CRPC അല്ലെങ്കിൽ BNSS എന്നുള്ള രീതിയിൽ രണ്ടും ചിലപ്പോൾ കൊടുത്തേക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ്, നമ്മുടെ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSc ഭാരതീയ സാക്ഷി അധിനിയമായിരിക്കാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഓഫ് എൻ അക്യൂസ്ഡ് ആൻഡ് അറസ്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന 10 മാർക്ക്. പിന്നെ വരുന്ന പാർട്ട് 2 എന്ന് പറയുന്ന ഭാഗം ഞാനിപ്പോ നോക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മിക്കവാറും 90% മാറും. 10 മാർക്ക് ഇവിടെ GK കറണ്ട് അഫയേഴ്സ് റിനൈസൻസ് ഇൻ കേരള എന്ന് പറയുന്ന ഭാഗമാണ്. ദെൻ അതുപോലെ തന്നെ 10 മാർക്ക് ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നോർമൽ PSCയുടെ ജനറൽ PSCക്ക് അകത്ത് കൊടുക്കുന്ന ജനറൽ ഇംഗ്ലീഷിന്റെ അതേ സിലബസ് തന്നെയാണ് പാർട്ട് 3 എന്ന് പറഞ്ഞ 10 മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ സിലബസ്. പിന്നെ നോർമൽ ഒരു സിലബസിന്റെ അവസാനം പറയാറൊരു നോട്ട് ഉണ്ട്. എന്താ? ഈ സിലബസിൽ പറയുന്നതല്ലാതെ വേണമെങ്കിൽ പുറത്തൊന്നും വേണമെങ്കിൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് വന്നാലോ എന്ന് വിചാരിച്ച് ഒരു പ്രിക്കോഷണറി മെഷർ എന്നുള്ള രീതിയിൽ ഇടുന്ന, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. PSC സാധാരണയായിട്ട് 99%ഉം എന്ത് തന്നെയായിരിക്കും ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെയാണ്. പണ്ടത്തെ കാര്യമല്ല പറയുന്നത്. ഈ അടുത്ത കാലത്തെല്ലാം അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് സിലബസിൽ നിന്നുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കി, കഴിഞ്ഞ വർഷത്തെ സിലബസ് നമ്മൾ നോക്കി. ദെൻ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആദ്യം ഷോർട്ട് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുക. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റ്. ഷോർട്ട് ലിസ്റ്റിലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ലാസ്റ്റ് ഒരു കട്ട് ഓഫ് പറയും. അതിനകത്ത് എത്ര മാർക്കുള്ളത്? 50.33 ആണ് ഇവിടെ കട്ട് ഓഫ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അത്രയും മാർക്കുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എന്തിനു വിളിച്ചത്? ഇന്റർവ്യൂവിന് വിളിച്ചത്. ഇന്റർവ്യൂ ഇത് നിങ്ങൾ കാണാനല്ലേ പോകുന്നുണ്ട് അല്ലേ? ഒരു സെക്കൻഡ്, ഞാനതൊന്ന് കാണിച്ചു തരാം.
യെസ്, ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഈ ഷോർട്ട് ലിസ്റ്റിനകത്താണ് മെയിൻ ലിസ്റ്റ്, സപ്ലി ലിസ്റ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കും. മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് വെക്കും. അതാണ് ഇവിടെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന കട്ട് ഓഫ്. ഏറ്റവും താഴെ 50.33 എന്ന് പറയുന്ന കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫിൽ മുകളിലുള്ള ഏത് കാറ്റഗറി, അത് SC/ST ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എനിബഡി, എല്ലാവരെയും ആഡ് ചെയ്തുകൊണ്ടാണ് ആ മാർക്ക് കടന്നിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് ഇത്. ഏകദേശം എത്ര പേരാ കടന്നിട്ടുള്ളത് ലാസ്റ്റ് താഴെ എണ്ണം ഇട്ടിട്ടുണ്ട്. 85 പേരാണ് ഇതുപോലെ 50.33 മാർക്സ് സ്കോർ ചെയ്തത്. 85 സ്റ്റുഡന്റ് ഉദ്യോഗാർത്ഥികളായിരുന്നു. ദെൻ അതിനുശേഷം സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം റിസർവ്ഡ് കാറ്റഗറി ആയിട്ടുള്ള ഈഴവ, തീയ, ബിലവ കുറച്ച് ആൾക്കാരെ കണ്ടോ. അത് കഴിഞ്ഞാൽ SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദെൻ ഷെഡ്യൂൾഡ് ട്രൈബ്, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, OBC, വിശ്വകർമ്മ, SIUC നാടാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസ് ആണ്. അതുകൂടാതെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 4% റിസർവേഷൻ ഉണ്ട് അവർക്ക്, നമുക്കറിയാം. അവർക്കുള്ള അത് തന്നെ ഏത് ടൈപ്പ് കാറ്റഗറി ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ബ്ലൈൻഡ്, ലോ വിഷൻ, ഹാർഡ് ഓഫ് ഹിയറിംഗ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റിനെസ്, അത് അത്രയുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കൂടി ഇടുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം റാങ്ക് ലിസ്റ്റ്, നമ്മുടെ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഒരു സെക്കൻഡ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? യെസ്. സോ നേരെ തിരിച്ചു വരുന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക്. റാങ്ക് ലിസ്റ്റ് കാണാനുണ്ടല്ലോ. റാങ്ക് ലിസ്റ്റ് ഇതാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ്. ഇവിടെയാണ് നിങ്ങളുടെ പേരുകൾ വരാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സുഖല്ലേ? ഇവിടെ അതാ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുകൾ വരുന്നു. കേട്ടിട്ടുണ്ട് അല്ലെ? അത് കേൾക്കണം കേട്ടോ. അത് വെറുതെ അല്ല. നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹമുള്ളവരുടെ ആഗ്രഹം കൂട്ടുക എന്നുള്ളതും ആഗ്രഹമില്ലാത്തവരെ ആഗ്രഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷന്റെ ഉദ്ദേശം. സോ ആഗ്രഹിച്ച് തുടങ്ങിയേക്കുക, യാതൊരു സംശയവും വേണ്ട. സോ നോക്കൂ, ആ റാങ്ക് ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് മെയിൻ ലിസ്റ്റിലെ കുറച്ച് മുമ്പ് കണ്ട മെയിൻ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളായിരുന്നു ഗോകുൽ കൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ APP ആണ്. 65 പോയിന്റും ഇപ്പോൾ APP ആണോ എന്ന് എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാ കേട്ടോ. ആയിരിക്കാം, അവർക്ക് എന്തായാലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. കയറിയില്ലോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 65.33 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഹോൾഡർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്ലസ് 12 മാർക്കോളം ഇന്റർവ്യൂ 20 മാർക്കാണ്. 20 മാർക്കിന്റെ ഇന്റർവ്യൂ കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 77.33. 1993 ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നോക്കൂ, ഏകദേശം കഴിഞ്ഞ വർഷം അദ്ദേഹം കയറുമ്പോൾ 1993 എന്ന് പറയുമ്പോൾ ഒരു 3 വർഷം മുമ്പ് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ ഏജ് എന്ന് പറയുന്നത് 29 വയസ്സ്. 29 വയസ്സ്, 29, 28 ആ പ്രായത്തിലൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കണം. 1994 ഉണ്ട് കണ്ടോ. ആ ഒരു പ്രായത്തിലുള്ളവരെല്ലാം കയറുന്നുണ്ട്. അതിനർത്ഥം ആ പ്രായത്തിലുള്ളവരാ കയറുന്നത് എന്നുള്ളതല്ല, അതിനേക്കാൾ പ്രായം കുറഞ്ഞവർ 86 ഉണ്ട് കണ്ടോ. 86 ഉള്ള ആളുണ്ട്, 89 ഉള്ള ആളുണ്ട്, 87 ഉള്ള ആളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. സോ എന്ത് കിട്ടുന്നു, നമുക്ക് ഇങ്ങനൊരു റാങ്ക് ലിസ്റ്റ് വരുന്നു. ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 85 പേരാണ് ഇവിടെ ഉണ്ടാവുക. ഇത് കണ്ടോ, ഇതിനകത്ത് ലാസ്റ്റ് താഴെ മുമ്പ് 85ാമത്തെ ആള് ലക്ഷ്മി AP കണ്ടോ. 85 പേര്, 50.67 ആണ് കേട്ടോ. അതിൽ 50.33 റാങ്ക് ഷോർട്ട് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിസ്റ്റ് വന്ന് നോക്കിയപ്പോൾ 50.67 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ 50.33 ഉള്ളവരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ അവരുടെ ഇന്റർവ്യൂവിന്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആരെങ്കിലും ഇവിടെ 74, 75 ഒക്കെ കണ്ടോ. ഇവർ രണ്ടുപേരും മാർക്ക് നോക്കൂ, 50.33 ആണ്. കറക്റ്റ് ആണ് കണ്ടോ. പ്ലസ് അവർ 13 മാർക്ക് ഇന്റർവ്യൂവിൽ മേടിച്ചു. ഇവര് മാർക്ക് കൂടുതലാണെങ്കിൽ പോലും 11 മാർക്സേ ഇന്റർവ്യൂവിൽ കിട്ടിയുള്ളൂ. അപ്പൊ 2 മാർക്കിന്റെ ഡിഫറൻസ് നോർമലി വരുള്ളൂ. 11 മാക്സിമം 3 മാർക്സ് അതിന്റെ ഡിഫറൻസ് ഈ ഇന്റർവ്യൂവിൽ വരുള്ളൂ. 13 എല്ലാവർക്കും 13 ഉണ്ടാവും. മാക്സിമം മിനിമം 10 മാർക്കെങ്കിലും ഉണ്ടാവും. ഏറ്റവും മിനിമം 10 മാർക്ക് ഉണ്ട് ഇവിടെ കണ്ടോ. 10 മാർക്ക് മിനിമം, 10 മാർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്, 13 മാർക്കൊക്കെ ആയിരിക്കാം. ഓക്കെ. സോ പക്ഷെ അത് വലിയ മാർക്കാണ്. കാരണം ഇദ്ദേഹത്തിന്റെ മാർക്ക് നോക്കൂ നിങ്ങൾ. 10 മാർക്ക് ഇന്റർവ്യൂ കണ്ട ആളെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണുന്നുണ്ടല്ലോ അല്ലെ? റാങ്ക് ലിസ്റ്റിന്റെ അല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ റാങ്ക് ലിസ്റ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കണ്ടോ. ഇദ്ദേഹത്തിന്റെ ഞാൻ പേഴ്സണലി അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ എനിക്ക് പേഴ്സണലി ഒരാളെയും പരിചയമില്ല. 56 മാർക്ക് ഉണ്ടായിരുന്ന ആള് 10 മാർക്ക് ഇന്റർവ്യൂവിന് വാങ്ങിയപ്പോൾ 66 മാറി ടോട്ടല്. പക്ഷെ അദ്ദേഹം 13 വാങ്ങിയിരുന്നു എന്ന് വിചാരിക്കുക. ഇന്റർവ്യൂവിൽ മാക്സിമം വാങ്ങിയിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ, ടോട്ടൽ 69. ഇപ്പോഴത്തെ റാങ്ക് എത്രയാണ്, 41 ആണ് ഇദ്ദേഹത്തിന്റെ റാങ്ക്. ആ 41 എന്നുള്ള റാങ്കിന് പകരം ഇവിടെ 69 എത്തിയനെ. അതായത് 26 എന്ന് പറയുന്ന റാങ്കിലേക്ക് അദ്ദേഹം എത്തിയനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് ഇന്റർവ്യൂല് 1 മാർക്ക് 2 മാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതേ സ്ഥാനം മെയിൻ എക്സാമിന് സമയത്തും അതെ. അവർ നെഗറ്റീവ് അടിച്ച 2-3 മാർക്കുകൾ തെറ്റി ശരിയായിരുന്നെങ്കിൽ
ചിലപ്പോൾ എവിടെ എത്തിയേനെ, ഈ പറയുന്ന ആദ്യത്തെ 10 റാങ്കിനുള്ളിലേക്ക് ചിലപ്പോൾ എത്തിയേനെ, ഈ 70s ഉള്ളിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു അല്ലെ ടോട്ടൽ മാർക്ക്. അപ്പം ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ താഴേക്ക് പോകുന്ന സമയത്ത് സപ്ലി ലിസ്റ്റിലുള്ള ഒരു ഡി ഉണ്ട് കണ്ടോ, 50.33 താഴെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കുറച്ച് പേരും കൂടി ഇടുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും തന്നെ ചിലപ്പോൾ റൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുമ്പോൾ SC പെടുന്ന ആളില്ല, അല്ലെങ്കിൽ ST പെടുന്ന ആളില്ല, ഈഴവിയിൽ പെടുന്ന ആളില്ല എന്ന് തോന്നുമ്പോൾ സപ്ലി ലിസ്റ്റിൽ നിന്നും ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളാരാണോ അവരെയായിരിക്കും ആദ്യം പരിഗണിക്കുക. അങ്ങനെയാണ് ഈ സപ്ലി ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. യെസ്, പറയാവോ? ആരോ എന്തോ പറഞ്ഞു. ഡൗട്ടുകളാണ് ഞാൻ ലാസ്റ്റ് തീർത്താൽ മതിയില്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേൾക്കുന്നില്ല കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പറയണുണ്ടോ, അത് അവസാനത്തേക്ക് വെക്കരുത്. ഓക്കെ, കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പോവാം, എന്നിട്ട് അവസാനം ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. യെസ്, സോ ഇനി നമുക്ക് അപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ നോക്കി, സിലബസ് നോക്കി, ഷോർട്ട് ലിസ്റ്റ് നോക്കി, ദെൻ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്ത് തരാം. അത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കിയിട്ട് എനിക്കിപ്പോൾ തൽക്കാലം പറയാനില്ല. കാരണം അതിൽ ഈസി ക്വസ്റ്റ്യൻസും ഉണ്ട്, ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് തന്നെ പല സമയത്തും പല രീതിയിലാവാം, പാറ്റേൺസ് മാറാം, ചേഞ്ച് ചെയ്യാം. ഇപ്പൊ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലീഗൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ ഭയങ്കര ടഫാണ്, ചില ഭാഗങ്ങൾ ഭയങ്കര ഈസിയുമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ PSC ആ ഒരു മൊമെന്റിൽ എന്തായിരിക്കും ചെയ്യാന്ന് നമുക്ക് മുൻകൂട്ടി കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അത് നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്ത്യനെ തിരിച്ച് ഞാൻ എന്റെ PPT പ്രസന്റ് വരികയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എലിജിബിലിറ്റി നോട്ടിഫിക്കേഷൻ നോക്കി, സിലബസ് നോക്കി, എലിജിബിലിറ്റി നോക്കി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ള പോയിന്റ്, ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പലരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ, ചിലപ്പോൾ ഒറ്റത്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞു 3 വർഷത്തിൽ പെടുമോ ഇല്ലയോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരുപക്ഷെ പെടാത്തവരും, എന്നാൽ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പെടുന്നവരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പം അത് നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം ഇത് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നുമില്ല. ദോഷമുണ്ടോ? ഇല്ല. കാരണം ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ലോയില് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ആരാവനാ പഠിക്കുന്നത്? APP ആവാനാ. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു വക്കീലാണ് അല്ലെ, ഒരു വക്കീലാവാൻ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഒരു നല്ലൊരു വക്കീലാവാനായിട്ട് എപ്പോഴും വേണ്ടതായിട്ട് ഒരു നല്ലൊരു ഡിഫൻസ് ലോയർ ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണമോ ആ സ്റ്റാറ്റ്യൂട്ടുകളാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് BNS, BNSS, BSA, ഇതാണ് മെയിൻലി. അല്ലാതെ ചെറിയ ചെറിയ കുറേ ആക്ടുകളൊന്നും ഇതിനകത്തില്ല. ലേബർ ലോസോ, സിവിൽ ലോസോ, അല്ലെങ്കിൽ മറ്റ് ഫാമിലി ലോസോ, കൺസ്യൂമർ ലോസോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോസോ ഒന്നുമില്ല. പ്യുവർലി ക്രിമിനൽ ലോസ്. ആ ക്രിമിനൽ ലോസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈവൻ പോക്സോ ആക്ട് പോലെയുള്ള NDPS ആക്ട് പോലെയുള്ള ആക്ടുകൾ പോലും ഇതിനകത്ത് ആസ് ഓഫ് നൗ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിലബസ് പരിഷ്കരിക്കുന്ന സമയത്ത് 20 മാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞതുപോലെ ചൈൽഡ് ആൻഡ് വുമൺ എന്ന് പറയുന്ന ഭാഗത്ത് ചിലപ്പോൾ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ വേറെ ആർക്ക് കൊടുത്തേക്കാം, ചിലപ്പോൾ പോക്സോ ആക്ടിന് കൊടുത്തേക്കാം, ചിലപ്പോൾ NDPS ആക്ടിന് കൊടുത്തേക്കാം. പക്ഷെ ആസ് ഓഫ് നൗ കൊടുത്തിട്ടില്ല. കാരണം എന്താ? അതെല്ലാം സ്പെഷ്യൽ കോടതികൾ ആയതുകൊണ്ടായിരിക്കാം, സ്പെഷ്യൽ സെഷൻസ് ആയതുകൊണ്ടായിരിക്കാം, സെഷൻസ് ട്രയൽ നടക്കുന്നതുകൊണ്ടായിരിക്കാം, APP ആയതുകൊണ്ട് അത് ഡയറക്റ്റ്ലി ഇപ്പൊ ഇൻവോൾവ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അതൊന്നും സിലബസിൽ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു രീതി. പിന്നെ ആരാ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഡൗട്ടുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, പോസ്റ്റ് ചെയ്തോളൂ. ലാസ്റ്റ് ഞാൻ നോക്കാം കേട്ടോ. ഏജ് ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചിലപ്പോൾ ലാസ്റ്റ് കയറിയതുകൊണ്ടായിരിക്കാം. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 22 to 36 ആണ് കേട്ടോ. 22 to 36 ആണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, കാഡർ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ആണോ ഉദ്ദേശിച്ചത്? ബൈ ട്രാൻസ്ഫർ അല്ല, ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്.
പിന്നെ ഏജ് ക്രൈറ്റീരിയ, വേക്കൻസിയെ കുറിച്ച് നമുക്ക് പ്രാക്ടീസ് വേണം. എനിക്ക് തോന്നുന്നു പലരും ഇതിനകത്ത് ഇപ്പൊ ചോദിക്കുന്ന ഡൗട്ടുകളെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് എന്തായാലും ഇട്ട് തരാം. സോ എല്ലാവരും അതൊന്ന് കാണാം. സ്പീഡിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാന്നാണെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പ്രാക്ടീസ് വേണോ, അതുപോലെ തന്നെ വേക്കൻസിയുടെ കാര്യം, അതുപോലെ തന്നെ ഏജ് ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. വേക്കൻസി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം, ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് ഞാൻ നമ്മുടെ PSC വെബ്സൈറ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോയിന്റ്മെന്റ് ചാർട്ട് അല്ല, ഇത് നോക്കൂ. ഇത് PSCയുടെ വെബ്സൈറ്റാണ്, കാണുന്നുണ്ടല്ലോ അല്ലെ? PSCയുടെ വെബ്സൈറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളതാണ്. നോക്കൂ, 23/8/2023 ഈ റാങ്ക് ലിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഡേറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 21 അഡ്വൈസസ് ആണ്, 21 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. 21 അഡ്വൈസസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് OC 11ാം റാങ്കിലുള്ള OC ജനറൽ കാറ്റഗറിയിലുള്ള 11ാം റാങ്കിലുള്ള ആൾക്കാണ്. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ഏകദേശം 1 ഇയറിന്റെ അടുത്ത്. അതായത് അവസാനത്തെ ഒരു 6-8 മാസം എന്ന് പറയുന്നത് 8-10 മാസത്തോളം ഇനി ബാക്കിയുണ്ട്. 10 മാസത്തോളം എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, PSCയുടെ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വർഷത്തിന് തുല്യ. കാരണം അത്രയും കാലയളവിലെ അവസാന സമയങ്ങളിൽ കുറേ പേര് ഉണ്ടാവുന്ന വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്യുന്ന ഒരു രീതി PSCക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത് കാരണം കൊണ്ട് തന്നെ അവസാനത്തെ നാളുകൾ 10 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതിനാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ ഇനിയും കുറെ പേര് ഇതിനകത്ത് കയറും. OC 11 ആണെങ്കിൽ പോലും 15ാമത്തെ റാങ്കിലുള്ള ഈഴവ കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ EWS 13 കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ 11 കഴിഞ്ഞാൽ 12ാമത്തെ റാങ്കുകാരന് ആണ് ഇനി അഡ്വൈസ് പോകാനുള്ളൂ. 13 റാങ്കുകാരൻ ഓൾറെഡി പോയി, അതാണ് EWS 13 പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 പിന്നെ 14ാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോകാനുള്ളത്. 15 ഓൾറെഡി പോയി, പിന്നെ 16ാമത്തെ റാങ്കുകാരനാണ് പോകാനുള്ളത്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. സോ പിന്നെ 35ാമത്തെ റാങ്കിലുള്ള വിശ്വകർമ്മ പോയിട്ടുണ്ട്. പിന്നെ 47ാമത് മുസ്ലിം കാറ്റഗറിയിലുള്ളവർ പോയിട്ടുണ്ട്. ST ലിസ്റ്റ് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ്, അതായത് സപ്ലി ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കിട്ടിയതിന് ശേഷം സപ്ലി ലിസ്റ്റിലെ 3ാമത്തെ റാങ്കുകാർക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 21 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇനിയും ഒരുപാട് അഡ്വൈസുകൾ ഇതിനകത്ത് പോകാനുണ്ട്. സോ വേക്കൻസി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അല്ലാതെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല എത്ര വേക്കൻസി ആണെന്ന്. അടുത്തൊരു 3 വർഷം എന്ന് മുതലേ അടുത്ത ഓഗസ്റ്റ് ഇപ്പോഴത്തെ വേക്കൻസി എല്ലാം ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരിക്കും എടുക്കുന്നത്. അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്ന 2026 ഓഗസ്റ്റ് മാസം മുതലുള്ള 3 വർഷ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ 3 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞ വിഷയമെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി വരാം കേട്ടോ. ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് കടക്കുകയാണെങ്കിൽ അടുത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഓൾറെഡി അഡ്ഹോക്ക് ലേണിങ്ങിനകത്ത് അവൈലബിൾ ആണ്. അപ്പം അത് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, കുഴപ്പമൊന്നുള്ള കാര്യമല്ല. ഞാനത് എടുത്തു പറയട്ടെ. നിങ്ങൾ അഡ്ഹോക്ക് ലേണിങ്ങിനോടൊപ്പം തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാം. വേറെ നല്ല കോച്ചിങ് സെന്ററുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഒരു മെന്ററെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ മെന്റർ ത്രൂ പഠിക്കാം. എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. വെറുതെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു തന്നത്. ആ റാങ്ക് ലിസ്റ്റിലെ അവസാന ഭാഗത്ത് വന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കട്ട് ഓഫ് ജസ്റ്റ് കയറിയുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പലവരും ചിന്തിക്കുന്നത് കട്ട് ഓഫ് കയറാൻ എത്ര മാർക്ക് വേണം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യ റാങ്കിലേക്ക് എത്താൻ എത്ര മാർക്ക് വേണം, ആ രീതിയിൽ ആ പെർസ്പെക്റ്റീവ് തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ലാതെ കട്ട് ഓഫ് കയറാനുള്ള മാർക്കിന് വേണ്ടി പഠിച്ചാൽ കട്ട് ഓഫിന്റെ തൊട്ട് താഴെ നിന്നേക്കാം, അല്ലെങ്കിൽ കട്ട് ഓഫ് ജസ്റ്റ് കയറിയേക്കാം, ഗുണമില്ല. ആദ്യ റാങ്കുകളിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം ഈ കിട്ടി കയറിയിട്ടുള്ള ആൾക്കാരിൽ പലരും ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് ശ്രമിച്ച് പഠിച്ചു തന്നെയാണ്, എഫേർട്ട് എടുത്ത് പഠിച്ചു തന്നെയാണ്. മടുപ്പോടുകൂടി പലരും ഇഷ്ടത്തോടുകൂടി പഠിച്ചു തുടങ്ങിയെങ്കിൽ പോലും എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നല്ല മടുപ്പായി എങ്ങനെയെങ്കിലും ഒന്നത് പഠിച്ച് കയറിയാൽ മതി എന്നുള്ള രീതിയിലെ ആത്മാർത്ഥമായി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇവരിൽ പലരും ആദ്യ റാങ്കുകളിൽ എത്തിയത്, അല്ലാതെ വെറുതെ എത്തിയതല്ല. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ? നമുക്ക് ഇതിൽ നല്ല റാങ്കിലേക്ക് എത്താം. അഡ്ഹോക്ക് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ? ലൈവ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന രീതിയിൽ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും. ഈ ഇന്ററാക്റ്റീവ് സെഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ അഡ്ഹോക്ക് ലേണിങ്ങിന്റെ ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഇട്ട് തരും. ആ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾക്ക്
റിവൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഒരിക്കലും ലൈവ് കയറാതിരിക്കരുത്. നിങ്ങൾ റെക്കോർഡ് സെഷൻസ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? അതിന്റെ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എക്സാമിനോട് അടുക്കുന്ന സമയത്ത്. അതുപോലെ നമ്മളെപ്പോഴും പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡെയിലി പഠിക്കുന്ന കാര്യം ഡെയിലി റിവൈസ് ചെയ്യണം. വീക്ക്ലി ഒരു പഠിച്ചുണ്ടോ അതെല്ലാം വീക്കെൻഡില് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു മാസത്തിൽ എന്തെല്ലാം പഠിച്ചു അതെല്ലാം മന്ത് എൻഡില് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. ആ രീതിയിൽ ഡെയിലി വീക്ക്ലി മന്ത്ലി റിവിഷൻ ബേസിസിൽ നിങ്ങൾ പോകണം. അങ്ങനെ ആകുമ്പോൾ എക്സാമിന് അവസാനത്തെ ഒരു 20-25 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നതെല്ലാം ഓടിച്ചെത്താൻ പറ്റും. അല്ലാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെ പുറകിലേക്ക് ബാക്കിലേക്ക് നിർത്തി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നമ്മുടെ പഠനം കംപ്ലീറ്റ് ആവില്ല. വോയിസ് കട്ടാവുന്നുണ്ടോ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. വോയിസ് ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയായിരിക്കണം നമ്മുടെ റിവിഷൻ പോകേണ്ടത്. അഡ്ഹോക്കിൽ ജോയിൻ ചെയ്ത് പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡിലൂടെ ആയിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഓക്കെ. സോ ദെൻ റിവിഷൻ ടെസ്റ്റുകൾ, കൃത്യമായിട്ട് റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അഡ്ഹോക്ക് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീക്ക്ലി റിവിഷൻസ് ടെസ്റ്റുകൾ വരും. മോഡൽ എക്സാംസ് വരും. ഇപ്പം ലീഗൽ അസിസ്റ്റന്റ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആഴ്ചയിലും റിവിഷൻ ടെസ്റ്റുകൾ കൊടുത്തിരുന്നു. മോഡൽ എക്സാമുകൾ 20ഓളം മോഡൽ എക്സാംസ് നമ്മൾ ചെയ്യിപ്പിച്ചിരുന്നു. എക്സാമിന് മുമ്പ് 20 മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോൾ 2000 ക്വസ്റ്റ്യൻസാണ്. അപ്പം തറോലി നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് 20 മോഡൽ എക്സാംസ് ഹെൽപ്പ് ചെയ്യും. യാതൊരു സംശയം വേണ്ട. അതുപോലെ തന്നെയായിരിക്കും APPക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ കൺസൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ബേസിക്കലി ബെയർ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അതിന്റെ ഷോർട്ട് നോട്ടുകൾ നമ്മൾ തരുന്നുണ്ടാവും. പിന്നെ അഡ്ഹോക്ക് ലേണിംഗിന് മൊബൈൽ ആപ്പിന്റെ എല്ലാ സപ്പോർട്ടുകളും അത് വെബ് വെർഷനിനകത്തും ഒക്കെ ഉപയോഗിക്കാം. കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് കാണാവുന്ന രീതിയിലായിരിക്കും ഇതെല്ലാം തയ്യാറായിട്ടുള്ളത്. ദെൻ കോമ്പറ്റേറ്റീവ് എക്സാം പാറ്റേണിലായിരിക്കും ക്ലാസ്സുകളെല്ലാം. അല്ലാതെ ജസ്റ്റ് പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു അപ്രോച്ച് അല്ല നമ്മൾ നടത്തുന്നത്. ഫോക്കസ് അപ്രോച്ചാണ്. എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ആ ഒരു മെത്തേഡായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ആഫ്റ്റർ ഓൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുക വേണ്ടത്. ആ രീതിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ പ്രാക്ടീസ് ഓറിയന്റഡ് ആയിരിക്കില്ല. ദെൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. ടെസ്റ്റ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 2022 വന്നിട്ടുള്ള പല കേസ് ലോസും ചോദിച്ചിട്ടുണ്ട്. 2023 നടക്കുന്ന എക്സാമിന് 2022 ഉള്ള റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ, ക്രിമിനൽ ലോയിലുള്ള റീസെന്റ് ജഡ്ജ്മെന്റുകൾ കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലെ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം വരെയുള്ള കാര്യങ്ങളല്ല, ഈ വർഷത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ തരുന്നുണ്ടാവും. ദെൻ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ APPയുടെ ഏറ്റവും മിനിമം പ്രൈസ് എന്നുള്ള രീതിയിലാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നമ്മൾ കൊടുക്കുന്നത്. 6000 ആണ് വൺ ടൈം പേയ്മെന്റ് ആയിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ട്, 3 ഇൻസ്റ്റാൾമെന്റ് അല്ല 4 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 3000, പിന്നെ 1500, 3 ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ 7500 വരും. ഇത്രയായിരിക്കും നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് അഡ്ഹോക്ക് ലേണിംഗിലൂടെ ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഴ്സ് അവൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ദെൻ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടും ഇവിടെ അഡ്ഹോക്ക് ലേണിംഗിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എനി ടൈം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആപ്പ് ഉണ്ട്. ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ലീഗൽ അസിസ്റ്റന്റ് ബാച്ചിലുള്ളവർക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അറിയാം. ക്ലാസ്സുകളെ കുറിച്ചൊന്നും ലീഗൽ അസിസ്റ്റന്റ് ബാച്ചിലൊന്നും ഒരിക്കൽ പോലും ആരും അങ്ങനെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതിനകത്തുള്ള കുറെ പേര് എനിക്ക് തോന്നുന്നു ഇപ്പം ലൈവിലുണ്ട്, കുറെ പേര് ലൈവിലുണ്ട്, അവർക്ക് അറിയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്. സോ ഇനി ഞാൻ ഡൗട്ടിലേക്ക് കിടക്കാം. ആദ്യത്തെ ഡൗട്ടിലേക്ക് നിവ്യവക്കിലാണ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഒന്ന് കമന്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഡൗട്ടുകളും കൂടി കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ. കാരണം മറ്റുള്ളവരുടെ ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ചോദിക്കാതെ വിട്ടു പോകുന്നതായിരിക്കാം. അവർക്ക് വേണ്ടി റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാനും ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റുകൾ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഓക്കെ. സോ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ഡിഗ്രി ലെവൽ കോച്ചിങ് ഉണ്ടോ? ഉണ്ട്. KITയുടെ ഓൾറെഡി അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. പ്രിലിംസിന് മാത്രമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓൾറെഡി അഡ്ഹോക്ക് ലേണിംഗിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ KIT അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ വർഷം ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ എക്സാം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ SBCID അസിസ്റ്റന്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് CID അസിസ്റ്റന്റ് ഉണ്ട്, ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു അസിസ്റ്റന്റ്. പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, എക്സൈസ് ഇൻസ്പെക്ടർ, യെസ്. പിന്നെ നാഷണൽ സേവിങ്സ് ബോർഡിന്റെ ഒരു എക്സാം ഉണ്ട്, അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഇതെല്ലാം ഡിഗ്രി ലെവൽ പ്രിലിംസിൽ വരുന്ന KIT അസിസ്റ്റന്റ് സെയിം പ്രിലിംസിൽ വരുന്ന, ഇതിനെല്ലാം കോമൺ പ്രിലിംസ് ആണ്. അതിന്റെ ഓൾറെഡി കോഴ്സ് KIT അസിസ്റ്റന്റിന്റെ കോഴ്സും ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിലിംസ് മെയിൻസിന്റെ കോഴ്സ് ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മാത്രമായിട്ടുള്ള കോഴ്സും ഓൾറെഡി ആപ്പിനകത്ത് അവൈലബിൾ ആണ്.
ഓക്കെ, ഇതിന്റെ APP ക്ലാസ് പ്യൂർലി ഞാൻ മാത്രമായിരിക്കും എടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഞാനാണ് ഇപ്പോൾ അസസ്ന ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒരാളെ കിട്ടുവാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവുക. സിലബസിൽ ചേഞ്ച് കാണത്തില്ല. ഇപ്പൊ ലീഗൽ അസിസ്റ്റന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചേഞ്ച് ആയല്ലോ. ഞാൻ അത് ഓൾറെഡി പറഞ്ഞു. ഞാൻ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ആ 20 മാർക്ക് മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നമ്മൾ സിലബസ് ഞാൻ ലാസ്റ്റ് ഇപ്പം ഉള്ളവരോട് ഞാൻ പറയാം, നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തു എന്നുള്ളൊരു ക്രക്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റെക്കോർഡഡ് കണ്ടോളൂ. ഞാൻ ക്രക്സ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ, ഈ വർഷം എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ദെൻ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ദെൻ പ്രാക്ടീസിന്റെ കാര്യങ്ങൾ, ദെൻ അതിന്റെ കാര്യങ്ങളെല്ലാം, നോട്ടിഫിക്കേഷനകത്ത് എന്തെല്ലാം വരുന്നു, സാലറി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ സിലബസ് ഡിസ്കസ് ചെയ്തു. അത് ഇപ്രാവശ്യം എത്രത്തോളം മാറ്റം വരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചാർട്ടിലേക്ക് കടന്നു. ഷോർട്ട് ലിസ്റ്റ് കാണിച്ചു തന്നു, കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കോഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ വേർഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യം ഇതാണ്, സിലബസ് മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ലീഗൽ അസിസ്റ്റന്റ് മാറിയതുപോലെ അവസാനത്തെ 20 മാർക്ക് എന്ന് പറയുന്ന സിലബസിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. പകരം ആ 20 മാർക്ക് പുതിയ ടോപ്പിക്കുകളിൽ ചിലപ്പോൾ അതിലൊരു സാധ്യത ഞാൻ പറഞ്ഞത് BNS പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ചിലപ്പോൾ ആഡ് ചെയ്ത് ഒരു 5 മാർക്ക് അവിടെ കൊടുത്തേക്കാം. മേ ബി ചിലപ്പോൾ സെഷൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോക്സോയും NDPS ചിലപ്പോൾ, സാധ്യത കുറവാണ്, ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ആക്ടുകളിൽ തന്നെ എന്തായാലും പഴയ ലോസും പഠിക്കേണ്ടി വരുമല്ലോ. CRPC, IPC ഒരു 70% അങ്ങനെ ആവാനാ സാധ്യത. CRPC പ്ലസ് BNSS അല്ലെങ്കിൽ IPC പ്ലസ് BNS ആ രീതിയിലായിരിക്കും മിക്കവാറും നമ്മുടെ സിവിൽ ജഡ്ജിന് കൊടുത്തിരിക്കുന്ന പോലെ ആവാനാ സാധ്യത. കാരണം APP ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് BNS മാത്രം നോക്കിയാൽ പോരാ. കാരണം പണ്ടത്തെ കേസുകൾ ഉണ്ടാവാം, അതിന്റെ പ്രൊസീജിയറും അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആവാം. പക്ഷെ സിവിൽ ജഡ്ജ് എന്ന് പറയുന്നത് ഹൈക്കോടതി നടത്തുന്ന എക്സാം ആണ്. അതിലാണ് ഇത് രണ്ടും കൂടിയിട്ടുള്ള സിലബസ് ഇട്ടുള്ളത്. പക്ഷെ PSC സംബന്ധിച്ചിടത്തോളം PSC നടത്തിയ ലീഗൽ എക്സാം അവസാനം നടത്തിയ ലീഗൽ അസിസ്റ്റന്റാ. അതിനകത്ത് പക്ഷേ നമുക്കറിയാം IPC ഇല്ല, CRPC ഇല്ല, ഓൾഡ് ലോസ് മുഴുവൻ എടുത്ത് കളഞ്ഞ് പുതിയ ലോസ് മാത്രം എടുത്തിട്ടു. സോ രണ്ടിനും ചാൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ആവാം. നമ്മുടെ സിലബസ് വന്നാലേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സാർ അത് ഒന്നും കൂടെ പറയാമോ? എനിക്ക് തോന്നുന്നു അത് ആ പ്രാക്ടീസിന്റെ കാര്യമായിരുന്നു തോന്നുന്നു. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വേറെ ഒരു ഡൗട്ട്, വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് യെസ്. പിന്നെ വന്നിട്ടുള്ള ഡൗട്ട് ഏജ് ക്രൈറ്റീരിയ ആണ്. ഏജ് ഞാൻ പറഞ്ഞു 22 to 36 ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഏത് വർഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിന്റെ January 1 ആണ് ഡേറ്റിന് വേണ്ടിയിട്ട് ഏജിന്റെ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ പ്രാക്ടീസിനും ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വേക്കൻസി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കേട്ടോ ഈ 21 ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ 21 അഡ്വൈസ് പോയത്. അതിൽ മുമ്പത്തെ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 77ഓളം അഡ്വൈസ് പോയിട്ടുണ്ട് അതിന് മുമ്പത്തെ. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് നീണ്ടുപോയതുകൊണ്ടായിരിക്കാം, കോവിഡ് വന്നതുകൊണ്ടായിരിക്കാം, ആ സമയത്ത് റാങ്ക് ലിസ്റ്റ് കൂടുതൽ ലെങ്തി ആയി പോയി. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോ ആ സമയത്ത് കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 77ഓളം അഡ്വൈസുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 21 അഡ്വൈസ് വന്നിട്ടുള്ളൂ. ഇനി അഡ്വൈസുകൾ വരാനുണ്ടാവാം, അതിനും കൂടാം. ചിലപ്പോൾ 10, 30, 40 അഡ്വൈസുകൾ വരെ, 40 അഡ്വൈസുകൾ വരെയൊക്കെ എത്തിയേക്കാം. അപ്പൊ അത്രയും എന്തായാലും ഈ വർഷം ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലേക്കും വന്നേക്കാം എന്ന് വിചാരിക്കുന്നു. ദെൻ പ്രാക്ടീസ് വേണം, 3 ഇയർ വേണം ഒബ്വിയസ്ലി. അഭിജിത്ത് വക്കീലെ പറഞ്ഞോളൂ. ജൂലൈ 2025 എന്റെ കഴിഞ്ഞത് 3 ഇയേഴ്സ്. അപ്പോ നമുക്കങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇയർ എന്നുള്ള ക്രൈറ്റീരിയ 2022 എൻറോൾഡ് ആണല്ലോ. അപ്പൊ 25 പറയുമ്പോൾ 3 ഇയർ ആവുമല്ലോ. അങ്ങനെ നോക്കുകയാണോ അതോ സാർ പറഞ്ഞ 1 ജാനുവരിയിൽ 3 ഇയർ ആവണം എന്നുള്ള അങ്ങനെ? ജാനുവരി ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 1 ജാനുവരി ആണ് വന്നിട്ടുള്ളത്. അത് 2025 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും 1 ജാനുവരി തന്നെയായിരിക്കും എടുക്കാൻ ചാൻസസ് ഉണ്ടാവുക. അല്ലെങ്കിൽ 2026 ജാനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ 2026 ജാനുവരി 1 ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ജാനുവരി 1 ഓർ 1 ഇയറിന്റെ അങ്ങനെ നോക്കില്ല അല്ലേ സർ? ആ ഡേറ്റ് നോർമലി അങ്ങനെ PSC ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ കാണിച്ചു തന്നില്ലേ ഞാൻ? കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ബാർ ആൻഡ് മസ്റ്റ് ഹാവ് had not less than 3 years of active practice in criminal courts as on 1 January 2022 എന്നാണ് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നെ ആവാനാണ് സാധ്യത.
യെസ്, അടുത്ത ഡൗട്ട് ഒരു എക്സ്പീരിയൻസ് ഡൗട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണോ? ഡൗട്ടിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് വരട്ടെ. ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടുള്ളൂ കേട്ടോ. പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 മെത്തേഡാ പറയുന്നത്. രണ്ടും വേണമെന്നാ പറയുന്നത്. ഒന്ന് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ്, 2 എന്ത് ചെയ്യണം, നമ്മുടെ ഏതെങ്കിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുറയാത്ത റാങ്കിലുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. ഒരു മജിസ്ട്രേറ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. നോർമലി സിആർ കഴിഞ്ഞ വർഷമെല്ലാം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അതായത് ബാർ അസോസിയേഷനിൽ നിന്ന് നമുക്ക് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് നോർമലി മജിസ്ട്രേറ്റ് അവിടെയുള്ള ആ ബാറിന്റെ അണ്ടറിലുള്ള ആ ഭാഗത്ത് ആ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ കാണിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും, അത് തരുമെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്. അല്ലാതെ മജിസ്ട്രേറ്റിന് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ടാവണമെന്നില്ലല്ലോ. കഴിഞ്ഞ 3 വർഷം മുമ്പ് ആ മജിസ്ട്രേറ്റ് ആവില്ലല്ലോ അവിടെ ഉണ്ടാവുക. അപ്പൊ അത് കാരണം നമ്മൾ പേഴ്സണലി അറിയുന്നോ, നമ്മൾ പേഴ്സണലി വക്കാലത്തിട്ടുണ്ടെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വക്കാലത്ത് വരണം നിർബന്ധമില്ല. ഫസ്റ്റ് കേസ് വന്നിട്ട് 3 വർഷം എന്നല്ലല്ലോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടാവണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതെനിക്ക് തോന്നുന്നു ബാർ അസോസിയേഷനുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ പോയി കഴിഞ്ഞാൽ, അതോ അതിന് മുകളിലുള്ള റാങ്കിലുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ മോഡൽ നോട്ടിഫിക്കേഷനോടൊപ്പം വരും. ഓക്കെ, കഴിഞ്ഞ നോട്ടിഫിക്കേഷനോടൊപ്പം ഉണ്ട് ഒരു മോഡൽ. ഡെയിലി ക്ലാസ് ഉണ്ടോ? നമ്മൾ ആസ് ഓഫ് നോ വിചാരിച്ചിരിക്കുന്ന ഒരു വീക്കിലി ഒരു 3 to 4 ക്ലാസ്സസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഡെയിലി ക്ലാസ്സസിന്റെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3 to 4 ക്ലാസ്സസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടും. ഇനി നമുക്കത് കുറച്ചങ്ങോട്ട് പോകുന്നു. മാത്രമല്ല സിലബസ് എന്ന് പറയുന്നത് അത്ര വാസ്റ്റ് അല്ല. സിവിൽ ജഡ്ജ് പോലെയോ അല്ലെങ്കിൽ മറ്റു ലീഗൽ അസിസ്റ്റന്റ് പോലെയുള്ള വാസ്റ്റ് സിലബസ് അല്ല. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് പഠിച്ചെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഒരു 3 to 4 ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും ക്ലാസ് ടൈം എന്ന് പറയുന്നത് 8:30 to 10 ആയിരിക്കും. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, കാരണം സിവിൽ ജഡ്ജിന്റെ ക്ലാസ്സും പാരലലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ചെറിയ 2 ബാച്ചിലുള്ളവർക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അങ്ങനെ ആകുമ്പോൾ. സോ അത് ഞങ്ങളുടെ ടൈമും അതുപോലെ തന്നെ മിക്കവാറും നൈറ്റ് തന്നെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ടൈമും ഡേയ്സും നമ്മൾ ഫിക്സ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ അറിയിക്കും കേട്ടോ. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ മിക്കവാറും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ മോർണിംഗ് ബാച്ച് ഓർ ഈവനിങ് ബാച്ച് ആയിരിക്കും. ഈവനിങ് ബാച്ച് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ബാച്ച് ആണ്. സർ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്. എനിക്ക് തോന്നുന്നു അത് ലീഗൽ അസിസ്റ്റന്റ് ആണ് ഷിഹാസോക്കിൽ ഉദ്ദേശിച്ചത് അല്ലേ? യെസ്. ലൈവ് സെഷൻ ക്ലാസിന്റെ ടൈം എപ്പോഴാണ്? അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ആ ഒരു ഈവനിങ് ടൈം ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കും, ഗ്രൂപ്പിൽ അറിയിക്കാം. ദെൻ ടെസ്റ്റ് പേപ്പർ ഗുണം ചെയ്യുന്നത് പലപ്പോഴും സാർ. അതെ, ടെസ്റ്റ് പേപ്പർ ഗുണം ചെയ്യും, ഒബ്വിയസ്ലി ഗുണം ചെയ്യും. നമ്മൾ ലീഗൽ അസിസ്റ്റന്റ് സ്റ്റുഡൻസിനോട് നിർബന്ധമായി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യല്ല, മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നിന്നുകൊണ്ട് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തെറ്റായിട്ടുള്ള ആൻസേഴ്സ് എല്ലാം പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ മോഡൽ എക്സാമുകൾ കാണണം. അല്ലാതെ വെറുതെ മോഡൽ എക്സാം പോയി എത്ര മാർക്ക് ഉണ്ട്, ചിലപ്പോൾ ഫസ്റ്റ് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ മാർക്കായിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് അയ്യോ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിർത്തിയേക്കാം. അങ്ങനെയല്ല അത് വേണ്ടത്. അത് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ആ രീതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. എങ്കിലാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഹൈക്കോർട്ട് പ്രാക്ടീസ് മാത്രമുള്ളവർ എലിജിബിൾ ആയിരിക്കുമോ? ക്രിമിനൽ കോടതികളിൽ പ്രാക്ടീസ് വേണമെന്നാ പറയുന്നത്. അത് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം മിഥു വക്കീലെ. ഹൈക്കോർട്ടിലെ പ്രാക്ടീസ് മാത്രം എന്ന് പറയുന്നത്, ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കോർട്ടും കൂടിയാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ട്രയൽ കോർട്ട് എന്നൊന്നും എടുത്ത് പറയുന്നില്ല. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താ, ക്രിമിനൽ കോർട്ടിലെ മസ്റ്റ് പ്രാക്ടീസ് ഇൻ ക്രിമിനൽ കോർട്ട്സ് ആസ് ഓൺ 1st January 2022 എന്ന് പറയുന്നത്. ട്രയൽ കോർട്ടിൽ വേണമെന്ന് പറയുന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു പറ്റാതിരിക്കൊന്നുമില്ല. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് എലിജിബിലിറ്റി ഇല്ലാതിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും വേറെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇത് വെക്കില്ല, ഞാൻ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ട്, എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിൽ ഞാനുണ്ട് കേട്ടോ. നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെയർ ആക്ട് ജസ്റ്റ് ബെയർ ആക്ട് അല്ല, അതിന് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്ന നോട്ട്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ പ്രൊവിഷൻസും, നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രൊവിഷൻസ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ ബോൾഡ് ആക്കി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് നോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നമ്മുടെ സിവിൽ ജഡ്ജിന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ BNSന്റെ ക്ലാസ് എടുത്തതിന്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അതിന്റെ ഒരു ഡെമോ. അത് നമ്മുടെ ആപ്പിനകത്തും നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, സിവിൽ ലോസ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് കേട്ടു, ശരിയാണോ? ആസ് ഓഫ് നൗ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല, PSCയുടെ ഭാഗത്തുനിന്നില്ല. കാരണം PSC അതിനെക്കുറിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. വളരെ മിനിമം ആയിട്ടുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള സാധ്യതയേ ഉള്ളൂ സിവിൽ ലോസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കേട്ടോ. അത് കാരണം ഈ 20 മാർക്ക് അവിടെ എടുക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ GK ഇംഗ്ലീഷിനൊക്കെ 20 മാർക്ക് ഉണ്ട്. അത് എവിടേക്ക് വേണമെങ്കിലും പോയേക്കാം.
ദെൻ സർ ജൂലൈ 2024 ഞാൻ 3 ഇയർ കംപ്ലീറ്റ് ചെയ്തത്. സോ എനിക്ക് സപ്പോസ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ സാർ പറഞ്ഞ ക്രൈറ്റീരിയ ഇഷ്യൂ വരും? ഇല്ലല്ലോ, 2024 ജൂലൈ അല്ലേ, ഉറപ്പായിട്ടും മാക്സിമം 2025 ജാനുവരി 1 അല്ലേ ക്രൈറ്റീരിയ പറയുന്നത്. അങ്ങനെയാണെങ്കിലും കഴിയുമല്ലോ, കംപ്ലീറ്റ് ആവുമല്ലോ, എന്തായാലും പറ്റും കേട്ടോ. 3 ഇയേഴ്സ്. സാർ ഈ എക്സ്പീരിയൻസ് നോക്കുന്ന എൻറോൾമെന്റ് ഡേറ്റ് വെച്ചാണോ അതോ നമ്മൾ ആക്റ്റീവ് പ്രാക്ടീസ് തുടങ്ങിയ ഡേറ്റ് ആണോ? ആക്ച്വലി ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടാവണം എന്നാ പറയുന്നത്. ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ ആക്റ്റീവ് പ്രാക്ടീസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിലോ നമ്മുടെ വക്കാലത്ത് അതിന് മുമ്പിട്ടുള്ള വക്കാലത്തിനെ ആ വക്കാലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ മജിസ്ട്രേറ്റിനോട് പറയാം ഞാൻ അന്ന് മുതൽ വക്കാലത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതും. അതിനുശേഷം ഇനിയിപ്പോ ബാർ അസോസിയേഷനിലെ മെമ്പർ ആണെങ്കിൽ ആ ബാർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രാക്ടീസ് എന്നുള്ള കൺസിഡർ ചെയ്യുന്നതാണ്. കാരണം മന്ത്ലി മിക്കവാറും അവിടെ എന്തെങ്കിലും പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ ബാർ അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് പ്രാക്ടീസ് എന്നുള്ള കൺസിഡറേഷനിലേക്ക് എത്താം. ആക്റ്റീവ് പ്രാക്ടീസ് വേണമെന്നാണ് പറയുന്നത്, അല്ലാതെ എൻറോൾ ചെയ്താൽ മാത്രം പോരാ എന്നുള്ളതാണ്. അതിന് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഓൾറെഡി വാങ്ങുന്നുണ്ട്. അതുകൂടാതെയാണ് ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരു മജിസ്ട്രേറ്റിന്റെ സർട്ടിഫിക്കറ്റും കൂടി എക്സ്ട്രാ ആവശ്യപ്പെടുന്നത് കേട്ടോ. ദെൻ ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് റിസർവ്ഡ് കാറ്റഗറികൾക്ക്. ഞാൻ നോട്ടിഫിക്കേഷൻ ഇവിടെ ഷെയർ ചെയ്തപ്പോൾ അത് എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏജ് റിലാക്സേഷൻ ഒക്കെ നോർമൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഏതെല്ലാം കാറ്റഗറിക്കാണോ നോർമൽ PSC എക്സാമുകൾക്ക് കിട്ടുന്നത് അതെല്ലാം ഉണ്ട്. OBC ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ റിലാക്സേഷൻ കിട്ടും, പിന്നെ SC ST ആണെങ്കിൽ 5 ഇയേഴ്സിന്റെ റിലാക്സേഷൻ കിട്ടും. അതൊക്കെ ഓൾറെഡി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ദെൻ എത്ര ഇയർ പ്രാക്ടീസ് ആണ്? 3 ഇയേഴ്സ് കേട്ടോ, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അഡ്ഹോക് ക്ലാസ് എന്ന് മുതൽ തുടങ്ങും? നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ വരുന്ന നാളെ ഒരു മൺഡേ ആണ്, അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ ഏകദേശം നവംബർ 10th ആണെന്നാണ് എന്റെ ഓർമ്മ. നവംബർ 10th ആയിരിക്കും മിക്കവാറും. ടൈംസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വക്കാലത്ത് ചില ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വക്കാലത്ത് ചില ഓഫീസേഴ്സ് ചിലപ്പോൾ വക്കാലത്ത് ചോദിക്കാൻ ആക്റ്റീവ് പ്രാക്ടീസിൽ ഉണ്ടെന്ന് കാണിക്കാൻ. അപ്പോൾ ബാർ അസോസിയേഷനിൽ നിന്നും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ആക്റ്റീവ് പ്രാക്ടീസിലാണെന്ന് കാണിക്കാവുന്നേ ഉള്ളൂ. വക്കാലത്ത് നെസസറി എന്നൊന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോയി നോക്കാം. ഓക്കെ. 2023 9th മന്തിൽ എൻറോൾ ചെയ്തു. അപ്പോൾ January 1st 2026 വെച്ച് ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ എനിക്ക് എഴുതാൻ സാധിക്കുമോ? 2023 ആവുമ്പോ സാധിക്കില്ല. 2023 9th മന്തിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2026 January 1 ആവില്ല. 3 ഇയേഴ്സ് ആവില്ല. വീക്കെൻഡ് എക്സാം ഉണ്ടാവില്ലേ? സ്റ്റഡി ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യില്ല. എല്ലാം ഉണ്ടാവും കേട്ടോ. ഈ വീക്കെൻഡ് എക്സാം ഉണ്ടായിരിക്കും. സ്റ്റഡി ടൈം ടേബിൾ അല്ല, സ്റ്റഡി നമ്മുടെ എന്താണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്ലാസ്സസ് എന്താണെന്നുള്ളതായിരിക്കും. ആ ക്ലാസ്സസിന്റെ ബേസിസിലായിരിക്കും. കംപ്ലീറ്റ് സിലബസും ക്ലാസ്സസിലൂടെ തന്നെ കവർ ചെയ്യും. അല്ലാതെ നിങ്ങൾ സെൽഫ് സ്റ്റഡിയിലൂടെ കവർ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നില്ല. കംപ്ലീറ്റ്ലി ക്ലാസ്സസിലൂടെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. മോർണിംഗ് ക്ലാസ് കാണുമോ? ആസ് ഓഫ് നൗ നമ്മൾ മോർണിംഗ് ക്ലാസ് പ്ലാൻ ചെയ്തിട്ടില്ല. ഈവനിങ് ക്ലാസ് മാത്രമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആകും? ഷുവർ, ഡെഫിനറ്റ്ലി. റെക്കോർഡ് ക്ലാസ്സസ് എല്ലാ ക്ലാസ്സിനും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അതെല്ലാം ആപ്പിനകത്ത് ഉണ്ടാവും. എനി ടൈം എത്ര നമ്പർ ഓഫ് ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫീസ് ഒന്നുകൂടെ പറയാമോ? ഫീസ് നമ്മൾ 6000 ആണ് ഫീസ് വരുന്നത്. അതിന്റെ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് ആണെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് 3000, പിന്നീട് ഒരു 3 പേയ്മെന്റ് 1500. അങ്ങനെ ആകുമ്പോൾ 7500 എത്തും. 2023 എൻറോൾ ചെയ്ത് 2022 എല്ലാം ജോയിൻ ചെയ്തവർക്ക് പറ്റുമോ? എല്ലാം ജോയിൻ ചെയ്യലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻറോൾ ചെയ്തത് തിരിച്ചാണെങ്കിൽ പിന്നെയും പറ്റും. 2022 എൻറോൾ ചെയ്ത് 2023 LLM ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. എൻറോൾ ചെയ്തതിന് ശേഷം LLM ചെയ്യുന്നവരെയാണ് നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് പ്രാക്ടീസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. എൻറോൾ ചെയ്ത ഡേറ്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, രണ്ടും പറയുന്നുണ്ട്. ഞാൻ അതാ നോട്ടിഫിക്കേഷൻ കാണിച്ചു തന്നെ. എൻറോൾ ചെയ്തിട്ട് 3 ഇയേഴ്സ് ആവണം. അതോടൊപ്പം തന്നെ ആക്റ്റീവ് പ്രാക്ടീസിൽ 3 ഇയേഴ്സ് വേണം എന്നാണ് പറയുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് മൺഡേ. ചുരുങ്ങിയത് 40 റാങ്കിനുള്ളിൽ പെട്ടാൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവൂ തോന്നുന്നു അല്ലേ സാർ? അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഈ 40 റാങ്കിനുള്ളിൽ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആസ് ഓഫ് നൗ 11th റാങ്ക് വരെയാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 40 റാങ്കിനുള്ളിൽ വന്നു എന്നുള്ളത് കൊണ്ട് കിട്ടില്ല. 40 അഡ്വൈസാണ് ഞാൻ പറഞ്ഞത്. 40 നമ്പേഴ്സ് അഡ്വൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം 40 റാങ്കിനുള്ളിൽ വന്നാൽ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് റാങ്കുകളല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് റാങ്കുകളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ 40 ഉദ്ദേശിക്കുന്നതേ, അപ്പോ ചിലപ്പോ ഇപ്പൊ 60ാമത് കിടക്കുന്ന ഈഴവ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ 40ന്റെ ഉള്ളിൽ പെട്ടില്ലേ? അതാ ഞാൻ കുറച്ചു മുമ്പ് അപ്പോയിന്റ്മെന്റ് ചാർട്ട് എടുത്ത് ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തന്നത്. 21 ജനറൽ കാറ്റഗറിയുടെ വന്നിട്ടുള്ളൂ. OC എന്നുള്ളത് 11th ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് കാണിച്ചു തന്നില്ലേ, മുസ്ലിം 47 എത്തിയിട്ടുണ്ട്, EWS 13 എത്തിയിട്ടുണ്ട് എന്നാൽ അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 21 ടോട്ടൽ അഡ്വൈസ്.
മനസ്സിലായോ? 40 എന്ന് പറയുന്നത് ഒരു ഫിഗർ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അതിൽ മുമ്പത്തെ വർഷം 77 പോയിട്ടുണ്ട്, 77 അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ മുമ്പത്തെ വർഷം. ജനറൽ ആവുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റാങ്ക് കൂട്ടി വാങ്ങിയാലേ കസേര പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും നല്ല റാങ്ക്. അതിപ്പോ ഞാൻ പറഞ്ഞത് ജനറൽ അല്ലെങ്കിലും നിങ്ങൾ ഈവൻ ജനറൽ ആണെങ്കിലും ജനറൽ അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യ റാങ്കുകളിൽ എത്താൻ തന്നെ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ അവസാന റാങ്കുകളിലേക്ക് എത്തി ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 വർഷം ഉണ്ട് റാങ്ക് ലിസ്റ്റ്. അവസാന റാങ്ക് ലിസ്റ്റ് ഇപ്പൊ റാങ്കുകാർക്കൊക്കെ കിട്ടുന്ന എപ്പോഴാ? കിട്ടുകയാണെങ്കിൽ തന്നെ ചിലപ്പോ ഈ പറഞ്ഞ 2-3 വർഷം കാത്തിരിക്കണം. അപ്പോഴും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേ സ്ഥാനത്ത് ആദ്യത്തെ റാങ്കുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാ, ഡെഫിനറ്റ്ലി. പിന്നെ മാത്രമല്ല, നേരത്തെ തന്നെ ജോലിക്ക് കയറാനും സാധിക്കും. എപ്പോഴും ഗവൺമെന്റ് സർവീസിൽ ആദ്യം കയറുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, ദെൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫീസ് സ്ട്രക്ചർ പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം 6000 ആണ് ഫസ്റ്റ് ടോട്ടൽ പേയ്മെന്റ് വരുന്നത് കേട്ടോ. അപ് ടു എക്സാം ആയിരിക്കും കോഴ്സിന്റെ കാലാവധി എല്ലാം അപ് ടു എക്സാം ആയിരിക്കും ഉണ്ടാവുക. 6000 ആണ് പേയ്മെന്റ്. 3000 വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫസ്റ്റ് 3000, പിന്നെ 1500ന്റെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ 7500 ആവും അപ്പോൾ ഫീസ് വരുന്നത്. ആക്റ്റീവ് പ്രാക്ടീസ് ആണ്. ദെൻ ആക്റ്റീവ്ലി പ്രാക്ടീസിന് ഓൺ എനി ലീവ് എലിജിബിൾ അല്ലാണ്ട് ആവുമോ? അത് നിങ്ങൾക്ക് ആക്റ്റീവ് പ്രാക്ടീസിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളതിനനുസരിച്ചിരിക്കും. നിങ്ങൾ ലീവായിട്ട് ഇരിക്കുന്നത് ഇപ്പം പ്രഗ്നൻസി ആയിട്ടുള്ള ലീവോ അങ്ങനത്തെ ഡെലിവറി കൈൻഡ് ഓഫ് ലീവുകളൊക്കെ ആണെങ്കിൽ നോർമലി ആക്റ്റീവ് പ്രാക്ടീസിലല്ല എന്ന് ആരും പറയാറില്ല. പ്രാക്ടീസിനെ സമ്മതിക്കും, കുഴപ്പമില്ല. കാരണം കുറച്ച് നാളത്തെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വന്ന് വീണ്ടും പ്രാക്ടീസ് തുടങ്ങുന്നു, ആ രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളിത് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു ജോലിക്ക് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് മാറി നിന്ന് വേറൊരു ജോലിക്ക് പോയി കംപ്ലീറ്റ്ലി അവിടെയാണ്, നമ്മളിവിടെ പ്രാക്ടീസിനെ വരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബാർ അസോസിയേഷൻ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണമെന്നില്ല, ചിലപ്പോൾ മജിസ്ട്രേറ്റ് സർട്ടിഫിക്കറ്റ് തന്നേക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളുടെ രീതികൾ അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ആ ഒരു ബാറും നിങ്ങളുടെ ഒരു കോടതിയും ഒക്കെ അനുസരിച്ചിരിക്കും. ബെയറാക്ട് മാത്രം പഠിച്ചാൽ മതി. ബെയറാക്ട് മാത്രം പോരാ അജിത് വക്കീലെ, ബെയറാക്ട് മാത്രം പോരാ. കാരണം എന്നിട്ട് നമ്മുടെ സിലബസിൽ ബെയറാക്ട് മാത്രമല്ല ഉള്ളത്. ആദ്യത്തെ 2-3 മൊഡ്യൂളുകൾ എടുത്തു കഴിഞ്ഞാൽ ബെയറാക്ടിൽ കാണാത്ത കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല, കുറച്ച് കേസ് ലോസ് നമ്മൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേസ് ലോസ് ഒക്കെ വളരെ റീസെന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബെയറാക്ട് മാത്രം പഠിച്ചാൽ പോരാ, ബെയറാക്ട് പ്ലസ് കുറെ കണ്ടന്റുകൾ നമ്മൾ പഠിക്കാനുണ്ട്. സാർ, അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ നമ്മൾ കറന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ബാറിൽ തന്നെ കിട്ടുമോ അതോ വേറെ ഡിസ്ട്രിക്ട് ആവോ അപ്പോയിന്റ്മെന്റ്? സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും പോയേക്കാം. മനസ്സിലാവുന്നുണ്ട്? ഏത് ഡിസ്ട്രിക്റ്റിലാണോ വേക്കൻസി വരുന്നത്, ആ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന സമയത്ത് ഏത് ഡിസ്ട്രിക്റ്റിൽ ഏത് കോടതിയിലാണോ വേക്കൻസി ഉള്ളത് അവിടേക്കാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക. പ്ലേസ് ഓഫ് പ്രാക്ടീസിലെ മജിസ്ട്രേറ്റിനെ തന്നെയാണോ സർട്ടിഫിക്കറ്റ് വരേണ്ടത് ഓർ എനി അതർ പരിചയമുള്ള മജിസ്ട്രേറ്റ്? പ്ലേസ് ഓഫ് പ്രാക്ടീസിലെ മജിസ്ട്രേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. നോട്ടിഫിക്കേഷനകത്ത് എവിടെയും പ്ലേസ് ഓഫ് പ്രാക്ടീസിലെ മജിസ്ട്രേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്യൂഡ് ബൈ എ ജുഡീഷ്യൽ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. അപ്പം വേറെ മജിസ്ട്രേറ്റ് ആയാലും കുഴപ്പമുണ്ടാവില്ല. 2023 ജാനുവരി 15 എൻറോൾ ചെയ്തവർ എലിജിബിൾ ആണോ സാർ? 2026 ജാനുവരി 1 ആവില്ല. സോ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാൽ നോട്ടിഫിക്കേഷനിൽ എന്താണോ പറയുന്നത് അതനുസരിച്ചിരിക്കും. ചിലപ്പോൾ കൈൻഡ് ഓഫ് നമ്മുടെ ബാർ കൗൺസിലോ മറ്റൊക്കെ ഇടപെട്ട് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷന്റെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വരെയും കാൽക്കുലേറ്റ് ചെയ്യാമെന്നെല്ലാം ഉള്ളൊരു ഡിസിഷൻ PSC എത്തിയിട്ടുണ്ടെങ്കിൽ സേഫായി കേട്ടോ. അപ്പം അതുവരെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ജാനുവരി ആയതുകൊണ്ട് അറ്റത്താണ്. എൻറോൾ 2020 ബട്ട് ഫസ്റ്റ് വക്കാലത്ത് 2023 ഓർ നോട്ട്? വക്കാലത്ത് ഫസ്റ്റ് 2023 എന്നുള്ളത് കൊണ്ട് എലിജിബിൾ അല്ലാതെ ആവുന്നില്ല. അതാണ് ഞാൻ മുമ്പും പറഞ്ഞത്. വക്കാലത്തിനെ ബേസ് ചെയ്തിട്ടല്ല ആക്റ്റീവ് പ്രാക്ടീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 10 ക്വസ്റ്റ്യൻസ് കൂടുതൽ കഴിഞ്ഞ തവണ കേസ് ലോ ചോദിച്ചിട്ടുണ്ട്. ബെയറാക്ട് മാത്രം പോരാ തോന്നുന്നു. പോരാ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കേസ് ലോസ് ഒക്കെ കുറെ ചോദിക്കുന്നുണ്ട്. 22 സെപ്റ്റംബറിൽ എൻറോൾ ചെയ്തവർ എലിജിബിൾ ആണോ? 2022 സെപ്റ്റംബറിൽ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 2025 ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ 2025 ജാനുവരി 1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എലിജിബിൾ ആവില്ല. കാരണം 2022 സെപ്റ്റംബറിൽ നിന്നും 3 വർഷം ആകുമ്പോൾ 2025 സെപ്റ്റംബർ ആവണം. ശരിയല്ലേ? സോ പക്ഷേ 2026 ജാനുവരി 1 എന്നുള്ള ഡേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ സർ, ഫീസ് ടോട്ടൽ 6,000 ആണോ 7,500 ആണോ? വൺ ടൈം പേയ്മെന്റ് ആണെങ്കിൽ 6,000 ആണ്. ഇതുപോലെ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ടോട്ടൽ 7,500 വരും. ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് 3,000 പിന്നെ 1,500ന്റെ 3 ടൈംസും അങ്ങനെ 7,500 ആവും.
ഞാൻ അമൃതത്തില് 2021 എൻറോൾ ചെയ്തു ഏപ്രിൽ, ബട്ട് പ്രാക്ടീസ് തുടങ്ങിയത് 2022 മാർച്ചിലാണ്. കറന്റ് എന്റെ മാരേജ് കഴിഞ്ഞ് പ്ലേസ് ഓഫ് പ്രാക്ടീസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എക്സ്പീരിയൻസിന്? പ്ലേസ് ഓഫ് പ്രാക്ടീസ് മാറി എന്നുള്ളത് കൊണ്ടൊന്നും എക്സ്പീരിയൻസിന് ബാധകമല്ല. പക്ഷെ ആ ഒരു ക്രൈറ്റീരിയ 3 വർഷത്തിന്റെ ക്രൈറ്റീരിയ കടന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ 2022 മാർച്ചിലാണ് പ്രാക്ടീസ് തുടങ്ങിയതെങ്കിലും അതിന് മുമ്പ് ഈ പറഞ്ഞ ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ബാർ അസോസിയേഷൻ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വക്കാലത്തോ വേറെ എന്തെങ്കിലും കാണിക്കാൻ പറ്റി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ എലിജിബിൾ ആവും കേട്ടോ. യെസ്. ദെൻ ഫൈനൽ ഡിസിഷൻ PSCയുടെ ആണ്. എന്തൊക്കെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യത്തിനകത്ത് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും PSC ആണ് ഫൈനൽ സേ. PSCക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും അത്രയും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നോർമൽ ഡിസ്ട്രിക്ട് ഓഫീസുകൾ എല്ലാ ജില്ലകളിലും PSCയുടെ ഡിസ്ട്രിക്ട് ഓഫീസ് ഉണ്ട്. അവിടെ നേരിട്ട് ചെന്നോ ഫോം വിളിച്ചോ ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ നേരിട്ട് ചോദിച്ച് ഇത്രയും സ്പെഷ്യൽ കൈൻഡ് ഓഫ് എക്സാം ആയതുകൊണ്ട് അവർക്ക് നേരിട്ട് നോളജ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാലും അത് മനസ്സിലാക്കിയിട്ട് അവർ റിപ്ലൈ തരും. 2021 നവംബർ എൻറോൾ ആണ്, ബട്ട് ബാറിൽ മെമ്പർഷിപ്പ് എടുത്ത് 2022 ഒക്ടോബർ ആണ് എലിജിബിൾ. ബാറിൽ ഞാൻ പറയല്ലോ, ബാറിലെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നില്ല. ആക്റ്റീവ് പ്രാക്ടീസ് വേണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ഈ പറയുന്ന വക്കാലത്തിടുകയോ അങ്ങനെ എന്തെങ്കിലും ആക്റ്റീവ് പ്രാക്ടീസ് കാണിക്കാവുന്ന തരത്തിൽ മജിസ്ട്രേറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ ദാറ്റ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. ബാറിലെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നോർമലി ബാറിലെ സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? മജിസ്ട്രേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ബാർ അസോസിയേഷൻ നിന്നും നമ്മളെ സാക്ഷ്യപ്പെടുത്തി തരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രം. അത് കമ്പൽസറി അല്ല, അതൊരു പ്രാക്ടീസ് നടത്തുന്നു എന്ന് മാത്രം. അങ്ങനെ ആ ഒരു രീതിയിലൂടെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതുവരെയും പറഞ്ഞ എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഡൗട്ട്സ്? സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ എല്ലാം റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ അവസാന നിമിഷത്തെ നമ്മുടെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്ന സമയത്തായിരിക്കും പലർക്കും അത് എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം അങ്ങനെ കാത്തിരുന്നതിന് ചിലപ്പോൾ 2-3 മാസങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ആ 3 മാസങ്ങൾ അപ്പോൾ നമ്മൾ എലിജിബിൾ ആണ് എന്നറിയുന്ന സമയത്ത് ഈ 3 മാസം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഈവൻ വിത്ത് അഡ്ഹോക്ക് ഓർ വിത്തൗട്ട് അഡ്ഹോക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അതായാലും മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ പഠനം ഒരിക്കലും നീട്ടി വെക്കരുത്. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അടുത്ത മാസം ആവട്ടെ, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നീണ്ടു പോവേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് as soon as possible എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്കിയെല്ലാം വരുന്ന വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പം ഇത് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ശരിയല്ലേ? ക്രിമിനൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും. ലോ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറും അല്ലെ? അത് എന്തുകൊണ്ട് നമ്മുടെ പ്രാക്ടീസിനെ ഗുണം ചെയ്യും, യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് APPയുടെ സിലബസ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു സിലബസ് ആണ്. ഓക്കെ, സോ ആ രീതിയിൽ തന്നെ ഇതിനെ കാണുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല റാങ്കുകൾ അടിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈവൻ അഡ്വോക്കിൽ പഠിച്ചാലും ഇല്ലെങ്കിലും ഈ ഓറിയന്റേഷൻ സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പൂർണ്ണമായും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.